ഓക്കെ, മാത്സ് പബ്ലിക് എക്സാം അടുത്ത ആഴ്ച 17-ാം തീയതിയാണ്. ഇനി നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങളാണ് ബാക്കിയുള്ളത്. അപ്പോൾ പലർക്കും പല സംശയം ഉണ്ടാവും, മാത്സ് എന്താണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ചാപ്റ്ററാണ് ഇമ്പോർട്ടന്റ്, ഏതിനാണ് വെയിറ്റേജ് കൂടുതൽ. അതുപോലെ തന്നെ ഇഷ്ടംപോലെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ സ്റ്റഡി ടൈം ടേബിൾ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഏത് സ്റ്റഡി ടൈം ടേബിൾ ഫോളോ ചെയ്യണം, അതുപോലെ തന്നെ എക്സാം പേപ്പർ പാടാവോ, അതുപോലെ ഈ പ്രാവശ്യം എന്തൊക്കെ നോക്കണം കൂടുതൽ, അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ മാത്സ് പേപ്പറിൽ എത്ര മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരാൻ നോക്കാം. 3 മാർക്കിന്റെ 6 ചോദ്യമാണ് വരാം. അതുപോലെ 3 മാർക്കിന്റെ 6 ചോദ്യം പറയുമ്പോൾ 18 മാർക്കായി, 3 × 18. അതിന് നമ്മളൊരു 30 മിനിറ്റ് വരെ സമയം കണ്ടെത്താം. അതുപോലെ തന്നെ നമുക്ക് കൂൾ ഓഫ് ടൈം ഉണ്ട്. കൂൾ ഓഫ് ടൈമിൽ ഈ പറയുന്ന 3 സെറ്റ് ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ 3 സെറ്റ് ചോദ്യങ്ങൾക്കും നല്ല രീതിയിൽ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കണം. പിന്നെ 4 മാർക്കിന്റെ 6 ചോദ്യം ഉണ്ട്. അതിന് നമുക്ക് 40 മിനിറ്റോളം സമയം കണ്ടുപിടിക്കാം. അപ്പോൾ 24 മാർക്കായി. ഈ 4 മാർക്കിന്റെ ചോദ്യം എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചെടുക്കാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് വരാം 6 മാർക്കിന്റെ 3 ചോദ്യമാണ്. അതിന് നമുക്ക് ഒരു 30 മിനിറ്റോളം സമയം കണ്ടെത്താം. അപ്പോൾ 6 × 3 18 മാർക്കിനുള്ളതായി. അങ്ങനെ നമുക്ക് ടോട്ടൽ ആദ്യത്തെ 100 മിനിറ്റിൽ തന്നെ എല്ലാ ചോദ്യങ്ങളും വേഗം അത്യാവശ്യം സ്പീഡിൽ ചെയ്തെത്തിക്കാൻ ശ്രമിക്കണം. അത് കഴിഞ്ഞ് ബാക്കി 20 മിനിറ്റ് ഓപ്ഷണൽ ക്വസ്റ്റ്യൻസിനും അതുപോലെ തന്നെ എഴുതിയ ഉത്തരങ്ങൾ ശരിയാണോ നോക്കുന്നതിനും പിന്നെ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൂരിപ്പിക്കുന്നതിനും അവസാനത്തെ 20 മിനിറ്റ് ഉപയോഗിക്കാം. ഇങ്ങനെ നമ്മുടെ പരീക്ഷയുടെ ഒരു ടൈം ഡ്യൂറേഷൻ വരുന്നത് മൊത്തം 2 മണിക്കൂറാണ് വരുന്നത്. ഇനി നമുക്ക് ഓരോ ചാപ്റ്ററിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടും പരീക്ഷയ്ക്ക് കൂടുതലായിട്ട് ചോദിച്ചു കാണുന്ന ഭാഗങ്ങൾ പറയാം. ആദ്യം തന്നെ നമുക്ക് തന്നെ പാടാണ് ചാപ്റ്റർ 1 റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ. അതിന് ഒരു 7 മാർക്കിനുള്ള ചോദ്യം വരെ പ്രതീക്ഷിക്കാം. അതിൽ ആദ്യം തന്നെ ചോദിക്കാവുന്നതാണ് ഇക്വാലൻസ് റിലേഷൻ. പിന്നെ അതിന് ചോദിക്കുന്നതാണ് ഇക്വാലൻസ് ക്ലാസ്. പിന്നെ നമ്മൾ ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ പഠിക്കുന്നുണ്ട്. അതിൽ തന്നെ 1, 1, on to, പിന്നെ ബൈജക്റ്റീവ് ഫംഗ്ഷൻസ്, പിന്നെ ഫംഗ്ഷൻസിന്റെ ഇൻവേഴ്സ് കാണാൻ ഈ ഭാഗങ്ങളാണ് മേജർ ആയിട്ട് വരിക. അതിന് 7 മാർക്കോളം ചോദിക്കാം. അപ്പോൾ നമ്മൾ ഈ ഉള്ള ദിവസങ്ങളിൽ നമുക്ക് സമയം കിട്ടുമ്പോൾ ഈ ടോപ്പിക്സ് പഠിച്ചിട്ടുണ്ടോ എന്ന് വിലയിരുത്താം. ഇനി പഠിച്ചിട്ടില്ലെങ്കിൽ തന്നെ നല്ല ഏതെങ്കിലും ക്ലാസ് കുറഞ്ഞ സമയം കൊണ്ട് നല്ല രീതിയിൽ പഠിക്കുന്ന ക്ലാസ്സുകൾ കണ്ട് ആ ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ NCERT ചോദ്യങ്ങളും ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. അതിനുള്ള സമയം ഉണ്ടാവും ഈ കുഞ്ഞു ടോപ്പിക്സ് ചെയ്യാൻ. രണ്ടാമത് എന്താണ് ട്രിഗണോമെട്രി, ഇൻവേഴ്സ് ട്രിഗണോമെട്രി. അതിൽ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ആ ഭാഗം പഠിക്കുക. നല്ല രീതി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ട്രിഗണോമെട്രിയിൽ നല്ല സ്കോർ നേടാൻ പറ്റും. പിന്നെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് എഴുതുന്നത് ഒരു ട്രിഗണോമെട്രിക് ഇക്വേഷൻ തന്നിട്ട് സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇക്വേഷൻ തന്നിട്ട് അത് സോൾവ് ചെയ്യാൻ ചോദിക്കാം. ഇതാണ് ഇത് 4 മാർക്കിന് വരാം. ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ആ ചാപ്റ്റർ. പിന്നെ എന്താണ് ചാപ്റ്റർ 3 മെട്രിക്സ്. മെട്രിക്സ് കൺസ്ട്രക്ഷൻ ആണ് ആദ്യമായിട്ട് വരുന്നത്. ഈ പാഠം ഏറ്റവും സുഖകരമായി മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു പാഠമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം പഠിക്കുക. മെട്രിക്സ് കൺസ്ട്രക്ഷൻ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, മെട്രിക്സ് ഇക്വേഷൻ സോൾവിംഗ്, അതുപോലെ തന്നെ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിന് 7 മാർക്കിന് ചോദിക്കാറുള്ളത്. പിന്നത്തെ പാടാണ് ഡിറ്റർമിനൻസ്. മെട്രിക്സിന്റെ ഒരു ബാക്കി ഭാഗമാണ് ഡിറ്റർമിനൻസ്. അതിൽ 6 മാർക്ക് വരെയാണ് വെയിറ്റേജ്. അതിന് ചോദിക്കാറുള്ളത് സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ, അതുപോലെ തന്നെ ഒരു ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. പിന്നെ സിംഗുലറും നോൺ സിംഗുലർ ആയിട്ടുള്ള മെട്രിക്സ് അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞിരിക്കുക. പിന്നെ വരുന്ന ഒരു പാടാണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. കണ്ടിന്യൂറ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് 3 മാർക്കിനുള്ള വെയിറ്റേജ് അതിന് വരാറുണ്ട്. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുന്നത് എവിടെയൊക്കെ വെച്ചാണ്, ഏതൊക്കെ ഫംഗ്ഷൻസ് ആണ് കണ്ടിന്യൂസ് ആ ഭാഗങ്ങളൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ പീസ് വൈസ് ഫംഗ്ഷനും അതുപോലെ തന്നെ ഫൈൻഡിംഗ് ദ വാല്യൂ ഓഫ് കോൺസ്റ്റന്റ് കെ. ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ തന്നിട്ട് അതിന് കോൺസ്റ്റന്റ് ഏതാണ്, ആ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ. അതൊക്കെയാണ് 3 മാർക്കിന് കണ്ടിന്യൂറ്റി എന്ന് ചോദിക്കുക. പിന്നെ ഡിഫറൻഷ്യബിലിറ്റിക്ക് വരുമ്പോൾ കോമ്പോസിറ്റ് ഫംഗ്ഷൻ, ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ, ലോഗരിതമിക് ഫംഗ്ഷൻ, പാരാമെട്രിക് ഫംഗ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഇതൊക്കെയാണ് ചോദിക്കുക. മൊത്തം കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിന്ന് 9 മാർക്കിനാണ് വെയിറ്റേജ് വരാറ്. ഈ ഭാഗങ്ങളൊക്കെ ഞാൻ പറയുന്നതോടൊപ്പം എഴുതി പോകാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ആ ഭാഗങ്ങളൊക്കെ പഠിച്ചു തീരുമ്പോൾ ടിക്കറ്റ് വെക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പം എല്ലാം കവർ ചെയ്ത് പോകാൻ പറ്റും. അടുത്ത 2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഭാഗങ്ങളൊക്കെ കവർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വരുന്ന പാടാണ് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്. ഈ ഡിഫറൻഷ്യബിലിറ്റിയുടെ ബാക്കിയായിട്ടാണ് ഈ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് വരുന്നത്. അതിൽ പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസിനെ പറ്റിയും ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫംഗ്ഷനെ പറ്റിയും മാക്സിമ ആൻഡ് മിനിമയെ പറ്റിയാണ്. ഈ മാക്സിമ ആൻഡ് മിനിമം കണ്ടുപിടിക്കുന്നത് അപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ഒരു 6 മാർക്കിന്റെ വെയിറ്റേജ് ആണുള്ളത്. അപ്പോൾ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് പഠിക്കണം. പിന്നെ ഈ കാൽക്കുലസിന്റെ ഭാഗം വിടാതെ പഠിക്കാൻ ശ്രമിക്കുക. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ഭാഗമാണ് കാൽക്കുലസ്. അപ്പോൾ അത് എല്ലാ ചോദ്യങ്ങളും ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക, പ്രത്യേകിച്ച് അപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ. പിന്നെ വരുന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചാപ്റ്റർ ഇന്റഗ്രൽസ്. ഇന്റഗ്രൽസ് മിക്കും പാടായിട്ട് തോന്നാറുണ്ട്. എങ്കിലും ഞാൻ പറയുകയാണെങ്കിൽ ഒരു മോഡറേറ്റ് ലെവൽ ചാപ്റ്ററാണ്. ഞാൻ തന്നെ ഇന്റഗ്രേഷൻ ക്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ നോക്കുക. അതിൽ തന്നെ ഈ പറയുന്ന പാർഷ്യൽ ഫ്രാക്ഷൻ ഒക്കെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ നല്ലോണം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, ഇന്റഗ്രേഷൻ ബൈ പാർട്സ്, പാർഷ്യൽ ഫ്രാക്ഷൻ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് ആണ്. ഈ ഇത്ര ഭാഗങ്ങൾ പഠിച്ചാൽ തന്നെ ഒരു 9 മാർക്കിന്റെ വെയിറ്റേജ് അതിൽ കിട്ടും. ഇത് നല്ലോണം മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പാടായതുകൊണ്ട് പഠിക്കാതെ പോയത് നല്ലോണം പഠിച്ചു തന്നെ പോകാം. പിന്നെ എന്താണ് ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്. അതിന് ഏരിയ അണ്ടർ എലിപ്സ്, പിന്നെ സർക്കിൾ, പാരബോള ആ ഭാഗങ്ങളാണ് ഇമ്പോർട്ടന്റ്. വളരെ കുറച്ചുള്ള 4 മാർക്കിന് വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ അത് പഠിക്കാണ്ട് പോയത്. പിന്നെ എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആദ്യം തന്നെ ചോദിക്കുക ഓർഡർ ആൻഡ് ഡിഗ്രി. അത് പഠിച്ചാൽ തന്നെ നമുക്ക് 1 മാർക്ക് കിട്ടും, കാരണം അത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ എന്താണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതുപോലെ തന്നെ വേരിയബിൾ സെപ്പറബിൾ ഫോം, ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇത്ര പഠിച്ചാൽ 4 മാർക്ക് കിട്ടും. ഇനിയിപ്പോൾ അതൊരു എളുപ്പമുള്ള ചാപ്റ്റർ ആണ് എങ്കിലും ഇപ്പോൾ ഭയങ്കര പാടായിട്ട് തോന്നുന്നവർക്ക് അത് അവസാനം നേരത്തെ നോക്കാം. കാരണം ഈ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കുറച്ച് പാടുണ്ട് പഠിച്ചെടുക്കാൻ. അപ്പോൾ അത് ഏറ്റവും അവസാനം നോക്കിയാൽ മതി. കാരണം ഇതിന് 1 മാർക്കിന് ഓർഡർ ഡിഗ്രി ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ബാക്കി 4 മാർക്കിന് നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് ഓപ്ഷണൽ ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. പിന്നെ എന്താണ് വെക്ടർ ആൾജിബ്ര. ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റർ ആണ് വെക്ടർ ആൾജിബ്രയും 3D ജോമെട്രിയും. അപ്പോൾ വെക്ടർ ആൾജിബ്ര എന്ന് പറയുമ്പോൾ യൂണിറ്റ് വെക്ടർ ഫോമും കമ്പോണന്റ് ഫോമും എഴുതാൻ അറിയണം. അതുപോലെ തന്നെ ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റും ചെയ്യാൻ അറിയണം. അതുപോലെ തന്നെ ഏരിയ ഓഫ് പാരലലോഗ്രാം, പിന്നെ ട്രയാംഗിൾ, പിന്നെ പ്രൊജക്ഷൻ ഓഫ് വെക്ടർ അതിന്റെ ഫോർമുലകളും നല്ല രീതിയിൽ ചെയ്യാനും പഠിച്ചിട്ട് പോകണം. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് വെക്ടറിൽ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ 3D ശ്രദ്ധിക്കേണ്ടതാണ് ഡയറക്ഷൻ, കൊസൈൻ, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അതിന്റെ ഫോർമുല പഠിക്കണം. പിന്നെ ഇക്വേഷൻ ഓഫ് ലൈൻ, പിന്നെ വെക്ടർ ഫോമും കാർട്ടീഷ്യൻ ഫോമും. ഇതിന് 4 മാർക്കിന്റെ വെയിറ്റേജ് ആണ് വരുന്നത്. നേരത്തെ 7 മാർക്കിന്റെ വരുന്നത് വെക്ടറിൽ. ഇനി 3D കഴിഞ്ഞാൽ പിന്നെ എന്താണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ്. ലീനിയർ പ്രോഗ്രാമിംഗിൽ നമുക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും അതിന്റെ കോൺസ്ട്രെയിൻസും തരും. അതിൽ നമ്മൾ ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കണം. ഒരു ഗ്രാഫ് വരച്ച് ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഗ്രാഫിൽ ആ ഫീസിബിൾ റീജിയന്റെ കോർണർ പോയിന്റ്സ് വയ്ക്കണം. അതുപോലെ തന്നെ മാക്സിമം മിനിമം കണ്ടുപിടിക്കണം. ഇതാണ് മെയിൻ ആയിട്ട് ചോദിക്കുക. അത് 6 മാർക്കിന്റെ ചോദ്യത്തിലാണ് കണ്ടിരിക്കുന്നത് അവസാന ഭാഗത്ത്. അപ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചാൽ തന്നെ 6 മാർക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. മിക്കപ്പോഴും അത് ക്ലോസ്ഡ് റീജിയനാണ് ചോദിക്കാറ്. അപ്പോൾ ക്ലോസ്ഡ് റീജിയൻ നല്ല രീതിയിൽ നോക്കിയിട്ട് പോകാം. അതുപോലെ തന്നെ 7 മാർക്കിന്റെ ചോദ്യമായിട്ട് അവസാനത്തെ ചാപ്റ്റർ ആയിട്ട് വരുന്നതാണ് പ്രോബബിലിറ്റി. പ്രോബബിലിറ്റിയിൽ നമുക്ക് കണ്ടീഷണൽ പ്രോബബിലിറ്റി വരുന്നുണ്ട്, ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് വരുന്നുണ്ട്, ബേസ് തിയറം വരുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ നല്ല രീതിയിൽ നോക്കിയാൽ നമുക്ക് 7 മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാം. ഇത്രയാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. പിന്നെ നമുക്കറിയാം നമുക്ക് +1 നല്ല രീതിയിൽ പാടായിരുന്നു നമ്മുടെ മാത്സ് പരീക്ഷ ഒരാഴ്ച തന്നെ സമയം തന്നിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ
പ്ലസ് ടു ഒരാഴ്ച സമയം ഉണ്ട് പരീക്ഷ പാടാവുന്ന രീതിയിൽ തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കാം നമുക്ക് ഇനി 4-5 ദിവസമാണ് ബാക്കിയുള്ളത് അപ്പോൾ ആ ദിവസങ്ങൾ ഉറപ്പാതെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കാം വീഡിയോ ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറയുകയാണെങ്കിൽ എജുപോർട്ടിന്റെ മറ്റൊരു ആപ്പ് ഉണ്ട് അവരത് ഫ്രീ ആയിട്ട് വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത് അപ്പോൾ ആ ആപ്പിലുള്ള ചോദ്യങ്ങൾ നോക്കാനും അതുപോലെ NCERT നല്ല രീതിയിൽ നോക്കാനും ഇപ്പോൾ NCERT നോക്കി പരിചയമില്ലാത്തവർക്ക് ഈ പറഞ്ഞ ടോപ്പിക്സിലെ ഓരോ ഭാഗങ്ങൾ എടുക്കാം ഇപ്പോൾ ബേസ് തിയറത്തിൽ എന്തോ അറിയാമെന്ന് നോക്കാം ഇപ്പോൾ ആ ബേസ് തിയറം അറിയില്ല നല്ലോണം പഠിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ ആ ബേസ് തിയറത്തിന്റെ ക്ലാസ് ആ ഭാഗം മാത്രം കണ്ട് ആ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാം അങ്ങനെ വേണം നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകാൻ അതുകൊണ്ട് ഈ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ മൊത്തം ഈ പറഞ്ഞ എല്ലാ പോയിന്റ് കവർ ചെയ്യാൻ നോക്കാം പിന്നെ നമുക്ക് മോഡൽ എക്സാം എളുപ്പമായിരുന്നു അത്യാവശ്യം നമുക്കറിയാം 4 പേപ്പറാണ് ഉണ്ടാവുക ഒരെണ്ണത്തിൽ മോഡൽ എക്സാം ഒരെണ്ണം നമുക്ക് സേ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞാൽ പരീക്ഷ എന്തെങ്കിലും ചോർച്ച അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ ഇത് ഒരെണ്ണം എളുപ്പമായിരുന്നു ഇനിയിപ്പോൾ ബാക്കിയുള്ള 3 എങ്ങനെ ഇരിക്കുന്നത് ദൈവത്തിന് അറിയാം അല്ല നമുക്കിപ്പോൾ ഫിസിക്സും കെമിസ്ട്രി പാടായിരുന്നു പക്ഷേ മോഡൽ എക്സാം എളുപ്പമായിരുന്നു അതെന്താണോ മറിമായനാണോ ഇനിയിപ്പോൾ പേപ്പർ ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ടാവും എളുപ്പമുള്ളത് മോഡൽ എക്സാം തന്നിട്ട് ആ എക്സാമിന് പാടുള്ളത് പറ്റിക്കാമെന്നുള്ള രീതിയാണോ ദൈവത്തിന് അറിയാം എന്തായാലും നല്ല രീതിയിൽ പഠിച്ചു പോവുക പിന്നെ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്